ഇടതുപക്ഷം തിരിച്ചു വരുന്നു. നാളെ വരുമെന്ന പ്രതീക്ഷയല്ല, ഭാവിയിൽ നന്നാവുമെന്ന പ്രതീക്ഷയല്ല. നികേഷ് കുമാർ ഇന്നലെ സ്വരാജുമായൊന്നിരുന്നു. സ്വരാജിന്റെ ശബ്ദം എന്നും ഈ നാടിലെ ജനപക്ഷം കേട്ടിട്ടുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടി സ്വരാജ് ഒന്നും സംസാരിച്ചിട്ടില്ല. ജനപക്ഷമാണ് ആ ശബ്ദമെന്നും. സ്വരാജ് പറഞ്ഞു വെച്ചത് എന്താ? വെറുതെ ഒരു തിരുത്തലിലേക്കല്ല ഞങ്ങൾ പോകുന്നത്. കേൾക്കും, ഇരിക്കും, കൃത്യമായി പഠിക്കും, തിരുത്തൽ അവസാനം. ആ തിരുത്തൽ ഈ നാടിന്റെ ജനപക്ഷത്തേക്കുള്ള കൃത്യമായ ചേർന്ന് നിൽക്കലായിരിക്കുമെന്ന്. എത്ര സമയത്തായി പാർട്ടി താഴെ പോയിട്ടുള്ളത്? അടിയന്തരാവസ്ഥ കാലത്ത് ഈ പാർട്ടി അതിനുശേഷം നേരിട്ട തെരഞ്ഞെടുപ്പുകളിൽ എത്ര സമയങ്ങളിൽ മൃഗീയമായി ജനങ്ങൾ ഈ പാർട്ടിയെ പ്രതിപക്ഷത്തിരുത്തിയിട്ടുണ്ട്. 10 വർഷം ഭരിച്ചിറങ്ങിപ്പോകുമ്പോ ഒരു മന്ത്രിക്ക് പോലും എതിരെ അഴിമതി ആരോപണമില്ലാതെ, ഒരു സ്ഥലത്ത് പോലും ഈ പാർട്ടി ജനങ്ങളെ കൈവിട്ടു എന്നുള്ള നിലപാടില്ലാതെ, ഒരാൾക്കും ഒന്നും പറയാനില്ലാതെ, അവിശ്വാസ പ്രമേയ ചർച്ചകളിൽ നിന്ന് പോലും ഒളിച്ചോടിയ പ്രതിപക്ഷത്തെ നമ്മൾ എത്ര പ്രാവശ്യം കണ്ടതാ. അങ്ങനെയുള്ള ഒരു പാർട്ടി അകാരണമായി പ്രതിപക്ഷത്തിരിക്കാൻ പോകുമ്പോ എത്രയും പെട്ടെന്ന് ജനപക്ഷത്തേക്കെത്തും. സമരങ്ങളിലൂടെ ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സഖാവ് കഴിഞ്ഞ ദിവസം ഇലക്ഷൻ സമയത്ത് പറഞ്ഞതുപോലെ, ഒരു സഖാവാണ് അത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ, സമരങ്ങൾ ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾ കാണണ്ടേ, എങ്ങനെയാണ് സമര പോരാട്ടങ്ങൾ ഉണ്ടാവേണ്ടതെന്ന് കാണണ്ടേ, എങ്ങനെയാണ് ഭരണവർഗത്തിന്റെ ശക്തമായ പ്രശ്നങ്ങൾക്കെതിരെ ജനരോഷം പ്രകടിപ്പിക്കേണ്ടതെന്ന് കാണണ്ടേ. 10 വർഷം ഞങ്ങൾ ഭരണപക്ഷത്തിരിക്കുമ്പോ ഈ നാടിലുള്ള കുട്ടികൾ അത് കാണാതെ പോവുകയല്ലേ. പ്രതിപക്ഷത്തിരിക്കട്ടെ പാർട്ടി, ഇനി അത്രമേൽ വലിയ തുടർച്ച ആവശ്യമില്ല എന്ന് പറഞ്ഞത് ഒരുപക്ഷെ എത്ര സഖാക്കളുടെ വികാരമായിരിക്കാം. പാർട്ടി ഒന്ന് പ്രതിപക്ഷത്തിരിക്കട്ടെ, പഠിക്കട്ടെ, തിരുത്തട്ടെ, ഇനിയും ജനപക്ഷമാവട്ടെ എന്ന്. തിരുത്തലിന് തയ്യാറാവാൻ പോകുന്നു എന്നുള്ളതാണ്. അതെങ്ങനെ? ഏതെങ്കിലും പിണറായി വിജയൻ ഇങ്ങനെ വന്നൊരു കാര്യം പറയുമ്പോ, ഗോവിന്ദൻ മാഷ് വന്നൊരു കാര്യം പറയുമ്പോ അത് അപ്പാടെ അംഗീകരിച്ച് മുന്നോട്ട് പോവലല്ല. ബഹുജന സ്വരത്തിലൂടെ ഏകപക്ഷ സ്വരത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്, ഒരേകീകരണ സ്വഭാവത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത്രമേൽ വലിയ രീതിയിൽ ഈ പാർട്ടി മാറുമെന്ന് സ്വരാജ് ഇന്നലെ ഒരു കാരണവും ഒരു സംശയവും ഇല്ലാതെ പറഞ്ഞു വെക്കുന്നിടത്താണ് ഈ പാർട്ടിയുടെ പുനരുജ്ജീവനം സാധ്യമാകുന്നത് എന്നുള്ളതാണ്. വരും ദിവസങ്ങൾ കൃത്യമായ രീതിയിൽ ഈ നാടിന്റെ ജനശബ്ദമായി ഇടതുപക്ഷം ഉണ്ടാകും എന്നുള്ളതാണ്.